ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇടിയപ്പത്തിൻ്റെ പൊടിയൊക്കെ നമ്മൾ വാട്ടിയത് ശരിയായില്ലെങ്കിൽ, അല്ലെങ്കിൽ പൊടി വാട്ടിയത് ബാക്കിയുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുമ്പം പിള്ളേർക്ക് ഒരാൾക്ക് ഇടിയപ്പം ഇഷ്ടമായിരിക്കും, വേറൊരാൾക്ക് ഇടിയപ്പം ഇഷ്ടാവില്ല. അങ്ങനെയുള്ള ടൈമിൽ ഇതിൽ നിന്ന് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കിയ പൊടിയിൽ നിന്ന് കുറച്ച് പൊടി എടുത്തിട്ട് ഞാൻ പറഞ്ഞ ഒരു പലഹാരം ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പം ഞാനിത് ഇടിയപ്പത്തിന് വാട്ടിയതാണ്. അപ്പോൾ വാട്ടിയത് ശരിയായില്ല കേട്ടോ. അപ്പോൾ ഇടിയപ്പം റെഡിയാക്കിയിട്ട് ഇങ്ങനെ അച്ചിന്ന് വീഴണില്ല. പിന്നെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഞാനിത് കൊണ്ടിപ്പോൾ പുട്ടാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമ്മൾ തലേന്ന് ഇടിയപ്പമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൊടി ബാക്കിയുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ പിറ്റേന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചു കഴിഞ്ഞാൽ നല്ല പുട്ടിൻ്റെ പൊടിയായി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇടിയപ്പത്തിന് വാട്ടിയ പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല നനവുണ്ട് കേട്ടോ, നല്ല നനവുണ്ട്. അപ്പം നമ്മളത് കൈകൊണ്ട് നനച്ചാലൊന്നും പുട്ടിൻ്റെ പൊടിയായി കിട്ടില്ല. അപ്പോൾ ആ നനവൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളതിലേക്ക് വറുത്ത അരിപ്പൊടി, അപ്പത്തിൻ്റെ ഒക്കെ പൊടി ഉണ്ടല്ലോ, അത് 2 സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. നനവ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതനുസരിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാനെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഒരുപാട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മിക്സിയുടെ ബ്ലേഡ് കറങ്ങുമ്പോൾ ആകെ ജാമാവും. ബ്ലേഡ് നല്ല തടസ്സമില്ലാതെ കറങ്ങുന്ന രീതിയിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സിയുടെ പൾസ് ബട്ടൺ മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. വേറെ 1, 2, 3 എന്നുള്ളതുണ്ട്, അതൊന്നും വെക്കരുത്. ആ പൾസ് ബട്ടണുമ്പോൾ ഒരു പ്രാവശ്യം ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതേപോലത്തെ നല്ല സോഫ്റ്റ് പുട്ടുപൊടി നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ആദ്യം കണ്ട പൊടി പോലെയല്ല, ഒരു തരി കട്ടയില്ലാതെ നല്ലൊരു പുട്ടുപൊടി നമുക്ക് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ എല്ലാ പൊടിയും മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. അടിച്ചെടുക്കുക എന്ന് പറയാനായിട്ട് ഒരുപാട് നേരം കറക്കണ്ട. ആ പൾസ് ബട്ടണിൽ ഒന്ന് അമർത്തിയാൽ മതി കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് പുട്ടുപൊടിയായിട്ട് എടുക്കാം. ഇനി ഇടിയപ്പവും പുട്ടും ഇഷ്ടമുള്ള പിള്ളേരുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് ഇതേപോലെ ഇടിയപ്പത്തിന് വാട്ടാണെങ്കിൽ കുറച്ച് ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് ബാക്കി ഇതേപോലെ പുട്ടുണ്ടാക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതേപോലെ എല്ലാ പൊടിയും ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ എല്ലാ പൊടിയും ഞാനിതേപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു തരി കട്ടയില്ലാതെ നല്ല സ്മൂത്തായിട്ടുള്ള പുട്ടിൻ്റെ പൊടിയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇനി നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കും പോലെ പുട്ടുകണയിൽ തേങ്ങയിട്ട് പൊടിയിട്ട് പുട്ടുണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു അലുമിനിയത്തിൻ്റെ പുട്ടുകൂടും പുട്ടുകണയാണ് വെച്ചേക്കണത്. അപ്പോൾ സൈഡിൽ കൂടെയൊക്കെ ആവി പോണ പുട്ട് കണയണമെങ്കിൽ ഇതേപോലെ ഒരു തുണി ചുറ്റിയാൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് ടൈറ്റിലിരുന്നിട്ട് സൈഡിൽ കൂടെ ഒന്നും ആവി പോകില്ല, പെട്ടെന്ന് ആവി മുകളിലേക്ക് വരും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലാദ്യം ഉണ്ടാക്കുമ്പോൾ ആവി പെട്ടെന്ന് വരില്ലായിരുന്നു. ഇപ്പം ഇങ്ങനെ തുണി കെട്ടി കൊടുത്തേ പിന്നെയാണ് കേട്ടോ ആവിയൊക്കെ വന്ന് പുട്ട് പെട്ടെന്ന് റെഡിയാവും. അപ്പോൾ പുട്ടൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ പൊടിയൊക്കെ നമ്മൾ വാട്ടിയപ്പോൾ നേരത്തെ വെന്താരണം പുട്ട് വേവാനും അധികം സമയം വേണ്ട കേട്ടോ. അപ്പോൾ നല്ല സ്മൂത്തായിട്ടുള്ള ഇടിയപ്പത്തിന് വാട്ടിയ പൊടി കൊണ്ടുള്ള പുട്ട് റെഡി ആയിട്ടുണ്ട്. പൊടി നന്നായിട്ട് വെന്തത് കൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. ചൂടോടെ കഴിക്കാനാണ് സൂപ്പർ ടേസ്റ്റ്. അപ്പോൾ ഇതേപോലെ ഇടിയപ്പം വാട്ടിയിട്ട് ശരിയായില്ലെങ്കിലോ അല്ലെങ്കിൽ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ വേറൊരാൾക്ക് പുട്ട് വേണമെങ്കിൽ അതിൽ നിന്ന് കുറച്ച് പൊടി എടുത്തിട്ട് ഇതേപോലെ പുട്ടും ഉണ്ടാക്കാം കേട്ടോ.
അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.